ഗിയർ ബോക്സിൽ ചില സമയത്ത് നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് കാല് കൊടുക്കുമ്പോൾ ആ ഒരു 1 or 1.5 seconds ഒരു ഡിലേ ഉണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പവർ കൂടാൻ വെച്ചാൽ പിന്നെ AC ഒരു ചൂടത്ത് ACയുടെ ഒരു ചൂടത്തുനിന്ന് കയറുമ്പോൾ ടൈം എടുക്കുന്നുണ്ട്. അതെ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ നല്ല ഹീറ്റിലിപ്പോൾ ഈ ആ ഒരു സ്പീഡ് ഇതിൽ കുറവാണ്. നമ്മൾ കുറച്ച് ഓടി കഴിയുമ്പോഴാണ് AC ആ ഒരു ലെവലിലോട്ട് എത്തുള്ളൂ. സിസ്റ്റം ഒക്കെ നല്ലതാണ്, പക്ഷേ ഇവർ ഇത്രയും ഫീച്ചേഴ്സ് അകത്ത് തരുമ്പോൾ ഇതും കൂടെ തരാമല്ലോ എന്നുള്ളൊരിത്. നമ്മൾ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ചായിട്ട് എടുത്തല്ലേ നമ്മൾ ഗ്യാപ്പ് ഉണ്ടാക്കിയാണ് എടുക്കുന്നത്. പക്ഷെ അത് ഇത് അലൗ ചെയ്യില്ല. അത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും. ബ്രേക്കിൽ അറ്റ് ദി എൻഡ് ഒരു എക്സ്ട്രാ ഒരു 10% ബ്രേക്ക് ഉണ്ട്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആ 90% ചവിട്ടി അത് വണ്ടി നിൽക്കും. ആ എക്സ്ട്രാ 10% പുഷ് ചെയ്താൽ ഓട്ടോ ഹോൾഡ് ഓൺ ആവും. പച്ച എന്ന് പറഞ്ഞാൽ ഈ ഇത് ഓൺ ആണ്. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മാത്രമേ അത് ഓഫ് ആവുള്ളൂ. അതും ബ്രേക്ക് അഡാസിന്റെ ബ്രേക്കിംഗ് കുറച്ച് ഭയങ്കര റഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പെട്ടെന്ന് അങ്ങനത്തെ സൗണ്ട് ഒന്നും ഇല്ല. അതൊക്കെ പഴയ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് സോഫ്റ്റ് ആക്കായിരുന്നു. ഈ നമ്മളിപ്പോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്യാബിൻ സൈലന്റ് ആണെങ്കിൽ ഈ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇസ്മി അരുൺ. അങ്ങനെ നമ്മൾ കുറേ നാളത്തെ ഗ്യാപ്പിന് ശേഷം ഒരു യൂസർ റിവ്യൂ ആയിട്ട് വന്നിരിക്കുകയാണ്. യൂസർ റിവ്യൂ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയോ ഇല്ലയോ എന്ന് അറിയില്ല. എന്നാലും ഈ വീഡിയോ വരുമ്പോൾ അറിയാം അവരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ടോ എന്നുള്ളത്. എന്തായാലും ഇന്ന് നമ്മൾ കിയയുടെ സെൽറ്റോസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം 2019 ആദ്യമായിട്ട് കിയ നമ്മുടെ ഇന്ത്യയിലെത്തുന്നത്. വന്ന വർഷം തന്നെ ലാഭം ഉണ്ടാക്കിയ ഒരു ബ്രാൻഡ് എന്നൊരു ചരിത്രം കൂടി കിയയ്ക്ക് ഉണ്ട് കേട്ടോ. ഒരു സാധാരണക്കാരൻ അവൻ്റെ വണ്ടിയിൽ ഇത്രയധികം ഫീച്ചേഴ്സ് ഉൾപ്പെടുത്താമെന്ന് മനസ്സിലാക്കി തന്ന ഒരു ബ്രാൻഡും കൂടിയാണ് കിയ. അങ്ങേയറ്റം ഫീച്ചർ റിച്ച് ആയിട്ടുള്ള അങ്ങേയറ്റം പ്രീമിയം ആയിട്ടുള്ള വണ്ടികളുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇതുപോലെയൊരു കോമ്പാക്ട് വണ്ടിയിൽ ഒരു മിഡ് സൈസ് SUV വാഹനത്തിൽ ഉൾപ്പെടുത്താം എന്നുള്ളത് മനസ്സിലാക്കി തന്നുകൊണ്ടായിരിക്കണം കിയ ഇത്രയധികം ജനങ്ങളിലേക്ക് സ്വീകാര്യത നേടിയത്. ആൻഡ് അതിൻ്റെ ഒരു എസ്തെറ്റിക് ലുക്ക് എല്ലാം ആളുകൾക്ക് ഇഷ്ടം വന്നുകൊണ്ടായിരിക്കണമല്ലോ. അപ്പോൾ കിയ സെൽറ്റോസിന് എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ? നമുക്കതാണെന്ന് നോക്കേണ്ടത്. ഒരു വണ്ടിയാകുമ്പോൾ പോസിറ്റീവ് ഉണ്ടാവും, മേ ബി നെഗറ്റീവ് ഉണ്ടാവും. അപ്പോൾ ഇന്ന് യൂസർ റിവ്യൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് യൂസറെ പരിചയപ്പെട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സെൽറ്റോസിന്റെ ഓണർ, വെൽക്കം ടു അവർ ചാനൽ. പേര് പറഞ്ഞു? മുകേഷ്. എന്ത് ചെയ്യുന്നു? ഞാൻ ചാർട്ടർ അക്കൗണ്ടന്റാണ്. സ്വന്തം സ്ഥലം എവിടെയാണ്? ഇവിടെ ആലുവ തന്നെയാണ്. ഞങ്ങളിപ്പോൾ എറണാകുളത്ത് ആലുവ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് ഉള്ളത്. അപ്പോൾ എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഇതിപ്പോൾ 11 months ആയി. 11 മാസമായി. 2023 മോഡലല്ലേ? അതെ, 23 മോഡൽ. ഏതായിരുന്നു വേരിയന്റ്? വേരിയന്റ് GTX Plus 1.5 ടർബോ DCT. 7 സ്പീഡ് DCT ആണ് വേരിയന്റ് വരുന്നത് അല്ലേ? അപ്പോൾ ഏത് ഷോറൂമിൽ നിന്നാണ് വണ്ടി എടുത്തത്? ഇത് മറ്റേ എയർപോർട്ടിലേക്ക് പോണ വഴിക്ക് ഒരു കിയ ഷോറൂം ഉണ്ട്, ഇഞ്ചിയോൺ കിയ. അവിടെ നിന്നാണല്ലോ വണ്ടി എടുത്തത്. ഓക്കെ. അപ്പോൾ ഒരുപാട് വേരിയൻസ് ഉണ്ടല്ലോ വണ്ടി. കൺഫ്യൂസ് ഒരു സാധാരണ നോളജുമായിട്ട് പോകുന്ന ആളുകൾക്ക് കൺഫ്യൂസ്ഡ് ആകുന്ന രീതിയിലുള്ള വേരിയൻസ് ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ വേരിയൻറ്റ് സെലക്ഷൻ എങ്ങനെയായിരുന്നു? ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് കാർ ക്രേസ് ഉള്ള ഒരാളൊന്നും. ഞാനൊരു 5-6 years ഒക്കെ ആകുമ്പോൾ മാത്രമേ കാർ മാറ്റാറുള്ളൂ. അപ്പോൾ മാറ്റുന്ന സമയത്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ കാണും, എല്ലാം കമ്പയർ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഒരു 1.5 മാസം ഈ ഒരു റേഞ്ചിലുള്ള എല്ലാ വണ്ടിയുടെയും റിവ്യൂസ് കുറേ വായിച്ചു, കുറേ കണ്ടു. അതിൻ്റെ ഡ്രൈവ് ടെസ്റ്റും ഇതെല്ലാം നോക്കിയിട്ടാണ് തീരുമാനിച്ചത്. പക്ഷേ ഈ വണ്ടി കണ്ടപ്പോൾ തന്നെ എനിക്ക് ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ വേരിയൻറ്റിലുള്ള ഫീച്ചേഴ്സ്, ലൈക്ക് ഈ ഒരു കിയ സെൽറ്റോസിൻ്റെ ഫീച്ചേഴ്സ് തന്നെ ബാക്കിയുള്ള ആ റേഞ്ചിലുള്ള വണ്ടികളെക്കാളും കൂടുതൽ ഫീച്ചേഴ്സ് ഉണ്ട്. പിന്നെ വേരിയൻറ്റ് ഡിസൈഡ് ചെയ്ത് ഞാൻ ഡ്രൈവിങ് അങ്ങനെ ഭയങ്കര ക്രേസ് ഉള്ള ആളല്ല. എനിക്ക് മാക്സിമം കംഫർട്ടിൽ ഓടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. ഓട്ടോമാറ്റിക് ആണ് നിർബന്ധം. ട്രാഫിക്കിലൊന്നും കിടക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് ഇവിടെ പിന്നെ ആലുവയിലെ പാലമൊക്കെ എപ്പോഴും ഭയങ്കര ബ്ലോക്കാണ്. ബ്ലോക്കിലൊക്കെ കിടക്കാൻ ഏറ്റവും നമുക്ക് മിനിമം എഫേർട്ടിൽ ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടി എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഓട്ടോമാറ്റിക്കലി ഏറ്റവും അഡ്വാൻസ്ഡ് ഗിയർ ബോക്സ് DCT ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ DCT ഇതിലോട്ട് പോകാമെന്ന് വെച്ചു. പിന്നെ ഏറ്റവും ടോപ്പ് എൻ്റെ മാറ്റ് ബ്ലാക്ക് ആണ്. മാറ്റ് ബ്ലാക്ക് എനിക്ക് ഈ ഒരു ഡിസൈൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തൊട്ട് താഴത്തെ വരും. ബ്ലാക്ക് അങ്ങനെ മനസ്സിൽ കണ്ടൊരു കളറായിരുന്നു. ബ്ലാക്ക് എനിക്കും വൈഫിനും ഇഷ്ടമുള്ളൊരു കളറായിരുന്നു. ഇതുവരെ ബ്ലാക്ക് എടുത്തില്ല. വീട്ടിൽ ബ്ലാക്ക് അത്ര നല്ല കളറല്ലാന്ന് പറഞ്ഞ് ഇത് പിന്നെ ഈ പ്രാവശ്യം എന്തായാലും എടുക്കാമെന്ന് വെച്ച്. പിന്നെ ബാക്കിയുള്ള കളേഴ്സ് ഒന്നും ഇത്രയും ഒരു ഇതില്ല. പിന്നെ ഇവരുടെ ഈ ക്രോം ഇതൊക്കെ ഞങ്ങൾ കുറേ ഡീക്രോം ചെയ്തല്ലേ. ഈ ഒരു ഇത് മാത്രമേ വെച്ചുള്ളൂ, ബാക്കിയെല്ലാം ഡീക്രോം ചെയ്തു.
ഒരു ഡാർക്ക് എഡിഷനാണ് ഇഷ്ടം. അലോയും ഇത് മാത്രം വെച്ചിട്ട് ഒരു ബേസിക്കലി ഒരു ബാറ്റ് മൊബൈൽ ഇതിലോട്ടാണ് പോയത്. ഓക്കെ ഓക്കെ. അപ്പോൾ എന്താണ് കിയ സെലക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നെ ആയിരിക്കും. എന്തായാലും ഫീച്ചർ റിച്ച് ആയിട്ടുള്ള വണ്ടിയാണ് ചോദിക്കുമ്പോൾ ഒരുപാട് റീസൺസ് പറയാനുണ്ടാവും. എന്നാലും ഒരു പ്രൈം റീസൺ ലുക്ക് തന്നെയാണ്. ലുക്കാണ്. ഇതിൻ്റെ LED ലൈറ്റ്സും മൊത്തത്തിൽ ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും രണ്ടും. ബാക്കിയുള്ള വണ്ടികളൊന്നും അല്ലെങ്കിൽ ബാക്ക് ഇഷ്ടപ്പെടില്ല അല്ലെങ്കിൽ ഫ്രണ്ട് ഇഷ്ടപ്പെടില്ല അങ്ങനത്തെ ഈ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയതിന് ശേഷമാണോ ഇഷ്ടപ്പെട്ടത്? അത് പണ്ട് കീ ഇറങ്ങിയപ്പോൾ തൊട്ട് ഇഷ്ടമായിരുന്നു? അല്ല, എനിക്ക് ഈ ഫേസ് ലിഫ്റ്റ് ഇറങ്ങി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് ഇഷ്ടപ്പെട്ടത് അല്ലേ? ഓക്കെ. അപ്പോൾ എത്രയായിരുന്നു ഇതിന് ഓൺ റോഡ് പ്രൈസ് വന്നത്? ഇത് അറൗണ്ട് 25 lakhs. 25 lakhs വന്നല്ലേ? അപ്പോൾ ഷോറൂമിലെ ഡീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി എടുത്തപ്പോൾ മുതലുള്ള? ഇപ്പോൾ ഈ വേരിയൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പോൾ വേരിയൻസ് സെലക്ട് ചെയ്യാൻ അവരുടെ അസിസ്റ്റ് ഉണ്ടായിരുന്നോ? ഞാൻ പറഞ്ഞ പോലെ ഞാനൊരു 1.5 മാസം റിസർച്ച് ചെയ്ത് പോയതുകൊണ്ട് അവിടുത്തെ ആള് പുള്ളിക്ക് അത്ര പിടുത്തോണ്ടായില്ല. ഞാൻ അങ്ങോട്ട് പറയായിരുന്നു എനിക്ക് DCT ഇത് വേണം അത് വേണം എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്ക് തന്നെ ഉറപ്പില്ല ഏത് വേരിയന്റിലായിരുന്നു എന്ന്. പുള്ളി അപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ടായാലും എന്ന് തോന്നുന്നു. പക്ഷേ ഞാനപ്പോൾ വളരെ ക്ലിയർ ആയിരുന്നു എനിക്ക് ഇത് മതി അത് മതി എന്ന് പറഞ്ഞാൽ. അപ്പം ഞാൻ വേറെ ഒന്നും നോക്കിയില്ല, കാർണിവലോ നോക്കിയില്ല, അതായത് മറ്റ് വേരിയൻസിൻ്റെ ഇതൊന്നും നോക്കി പോലും ഇല്ല. പിന്നെ ടോപ്പ് എൻ്റെ തൊട്ട് താഴെ ആയതുകൊണ്ട് മാക്സിമം ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് വേറെ അഡീഷണൽ മോഡിഫിക്കേഷൻസ് ഒന്നും ചെയ്യാനുണ്ടായില്ല. അഡീഷണൽ ആഡ് ചെയ്യാൻ ആകെ ഡീക്രോമിങ് മാത്രമേ എക്സ്ട്രാ ചെയ്തുള്ളൂ. അതിപ്പോൾ ഫ്രണ്ടിൽ മാത്രമല്ല സൈഡിലൊക്കെ ക്രോം ഇത് വരുന്നുണ്ട്. സൈഡിലും ഉണ്ടായിരുന്നു ഈ ബീഡിംഗ് ഒക്കെ, ഇതൊക്കെ ക്രോം ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പോൾ അതെല്ലാം ഡീക്രോം ചെയ്തു. ബാക്കിലും വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ഓൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പോൾ അതിനകത്ത് ഏറ്റവും ടോപ്പ് എൻഡ് ആകെ എക്സ്ട്രാ ഉള്ളത് ആ ഒരു ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ ഉണ്ട്. പിന്നെ കളറും ആയിരുന്നു മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നു. ബാക്കിയുള്ളതെല്ലാം ഇതിനകത്തും ഉണ്ട്. ഹെഡ് അപ്പ് ഡിസ്പ്ലേ അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രീമിയം ഇതാണ്, പക്ഷെ അതിന് ഭയങ്കര പ്രൈസ് ഡിഫറൻസ് ആണ്. അതും ഇഷ്ടമില്ലാത്തൊരു കളറിലും എടുക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഷോറൂം വൈസ് അവർ എല്ലാം ഫാസ്റ്റ് ആയിരുന്നു, നല്ല പെട്ടെന്ന് അവരെല്ലാം ചെയ്തു തന്നു. ഡിലേ ഉണ്ടായിരുന്നു ബുക്കിംഗ്? ഒരു 1 month മാക്സിമം. അവര് 2 months ഒക്കെ പറഞ്ഞു, പക്ഷെ 1 monthനുള്ളിൽ എടുത്തു. പിന്നെ അന്ന് എനിക്ക് ഒരു മെയിൻ ഡെലിമ ഉണ്ടായിരുന്നത് എന്ന് വെച്ചാൽ ഇപ്പോൾ മാനുഫാക്ചർ ഇയർ ആണല്ലോ. ഇപ്പോൾ എല്ലാവരും റീസെയിൽ വാല്യൂവും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ ചിന്തിക്കും, പക്ഷേ കിയ ഇറങ്ങിയിട്ട് അധികം കാലം ആയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ റീസെയിൽ വാല്യൂ എങ്ങനെയായിരിക്കും എന്നുള്ള ആർക്കും അറിയില്ല. അപ്പോൾ 23-24 ആ കട്ട് ഓഫ് വരുമ്പോൾ 24 മോഡലാണെങ്കിൽ ഒരു വർഷം കൂടെ ലേറ്റസ്റ്റ് മോഡൽ കിട്ടും എന്നുള്ളൊരു ഇതുകൊണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ ആലോചിച്ചു. പക്ഷേ എൻ്റെ മുന്നത്തെ വണ്ടി വിറ്റാറ ബ്രസ് ആയിരുന്നു, മാരുതിയുടെ. അപ്പോൾ അത് 5 years നല്ലോണം യൂസ് ചെയ്തു, നല്ല പ്രൈസിൽ പോവുകയും ചെയ്തു. അപ്പോൾ വീട്ടുകാർക്ക് എപ്പോഴും ആ പ്രൈസ് ഇതിന് കിട്ടില്ല എന്നുള്ളൊരു ആംഗിളാണ്. അപ്പോൾ എപ്പോഴും നെക്സ്റ്റ് ഇയറിലോട്ട് പുഷ് ചെയ്യാൻ പറയും. പക്ഷേ അതിപ്പോൾ മാനുഫാക്ചർ ഇയർ 24 കിട്ടണമെങ്കിൽ വീണ്ടും ഒരു 4-5 months വെയിറ്റ് ചെയ്യണം. അപ്പോൾ എനിക്ക് പക്ഷേ വണ്ടി ഇമ്മീഡിയറ്റ്ലി വേണമായിരുന്നു. പിന്നെ ഞങ്ങളത് നോക്കിയില്ല. ശേഷമാണോ അല്ല, മേടിച്ചതിന് ശേഷം കൊടുത്തു. പക്ഷെ അത് എളുപ്പം പോകുന്ന വണ്ടിയല്ലേ. തീർച്ചയായിട്ടും മാരുതി സുസുക്കി പോലെയുള്ള ഒരു വണ്ടി ഉപയോഗിച്ചിട്ട് കിയയിലേക്ക് വരാൻ സുസുക്കിയോട് എന്തെങ്കിലും? ഇല്ല, എനിക്ക് മെയിനായിട്ട് സുസുക്കിയിൽ നമുക്ക് ഉണ്ടായിരുന്ന ഒരു ഓൾട്ടർനേറ്റ് എന്നുള്ളത് ഗ്രാൻഡ് വിറ്റാറയാണ്. ഗ്രാൻഡ് വിറ്റാറയിൽ നല്ല മൈലേജ് ഉണ്ട്, ഇതിന് മൈലേജ് കുറവാണ്. ബട്ട് അതിലുള്ള ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു 60% മെയിനായിട്ട് അതാണ്. എനിക്ക് എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യങ്ങളിലാണെങ്കിലും എനിക്ക് ഇൻറ്റീരിയറാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഞാൻ പുറത്തുള്ള അത്രയും ഞാൻ ശ്രദ്ധിക്കില്ല. ഈവൻ ഞാൻ വാഷിംഗ് ഒക്കെ ആണെങ്കിൽ അത്ര പ്രോപ്പറായിട്ടൊന്നും ചെയ്യാറില്ല. പക്ഷേ എനിക്ക് ഉള്ളിലെല്ലാം ക്ലീൻ ആയിരിക്കണം, നമ്മൾ ഇരിക്കുന്ന സ്ഥലം, നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഇതൊക്കെ ഭയങ്കര ക്ലീൻ ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് ഇൻറ്റീരിയർ ആയിരുന്നു എൻ്റെ ഫുൾ ആ ഒരു ക്യാബിൻ്റെ ഉള്ളിലുള്ള എന്താണ് എക്സ്പീരിയൻസ് എന്നുള്ളതായിരുന്നു ഞാൻ നോക്കിയത്. പുറത്തുള്ളതൊക്കെ ഒരാശം കണ്ട് ഇഷ്ടപ്പെട്ടു, ബട്ട് അതർവൈസ് ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാറൊന്നുമില്ല. അപ്പോൾ ഗ്രാൻഡ് വിറ്റാറയുടെ ഈവൻ മറ്റേ ഈ ഇതൊക്കെ മറ്റേ ഈ മുകളിലത്തെ സൺറൂഫൊക്കെ ഹാഫേ ഉള്ളൂ, ഇത് ഫുള്ളാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മുകളിലുള്ള ഈ ക്ലോസ് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ടല്ലോ, ഗ്രാൻഡ് വിറ്റാറിൽ നെറ്റ് പോലത്തെ ഒരു സാധനം. ഇവിടെ ഇത് ഹാർഡ് ബോർഡാണ്. അപ്പോൾ ബോർഡാകുമ്പോൾ ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടാണ്. അപ്പോൾ വെയിലടിക്കുമ്പോൾ നല്ലോണം ചൂടിറങ്ങും. അപ്പോൾ അതൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അതൊക്കെ ഞാൻ നോക്കിയായിരുന്നു. പിന്നെ ഇതിൽ ഹാഫ് തുറക്കുമെങ്കിൽ ഫുള്ള് ഗ്ലാസ് ആണല്ലോ, അപ്പോൾ ബാക്കിലുള്ളവർക്കും സൺറൂഫ് എക്സ്പീരിയൻസ് കിട്ടും. പിന്നെ മറ്റേ വെന്റിലേറ്റഡ് സീറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഫീച്ചർ റിച്ച് ആണ് മൊത്തത്തിൽ. അതെ, അതാണ് മെയിൻ റീസൺ. ഇതിനെ കോമ്പറ്റ് ചെയ്യുന്ന മറ്റു വാഹനങ്ങളുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ. ഇതിന്റെ സഹോദര വണ്ടി തന്നെയായ ക്രെറ്റ ഉണ്ട്. അതന്ന് ഞാൻ എടുത്തപ്പോൾ പുതിയ ക്രെറ്റ ഇറങ്ങിയിട്ടില്ല. പുതിയ ക്രെറ്റ ഇറങ്ങിയിരുന്നെങ്കിൽ ഞാൻ നോക്കിയേനെ. എന്താ ഇപ്പോഴത്തെ ക്രെറ്റ എനിക്ക് ഇഷ്ടമാണ്, അത് അത്ര മോശമല്ല, നല്ല ലുക്കും എല്ലാം ഉണ്ട്, ഫീച്ചേഴ്സ് എല്ലാം ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷെ അന്ന് പഴയ ക്രെറ്റയാണുള്ളത്, അത് ഓൾമോസ്റ്റ് 2-3 years പഴയ വണ്ടിയാണ്. അത് ഇതിൻ്റെ അത്രയും ഫീച്ചേഴ്സും ഇല്ല. അതുകൊണ്ട് ഞാനതൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് കണ്ടിട്ടേ ഇല്ല. ഞാൻ പിന്നെ ഗ്രാൻഡ് വിറ്റാരയാണ് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. പിന്നെ എലിവേറ്റ് ഉണ്ടായിരുന്നു, പിന്നെ മഹീന്ദ്രയുടെ XUV ടൈഗുൺ. ഞാൻ ആദ്യം സത്യം പറഞ്ഞാൽ ഞാൻ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ടൈഗുണാണ് ഞാൻ ആദ്യം മനസ്സിൽ കണ്ടത്. പക്ഷേ ടൈഗോണിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ടപ്പോൾ അതൊരു ഡ്രൈവേഴ്സ് കാറാണ് കൂടുതൽ. ഡ്രൈവിംഗ് ഒരു എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതാണെങ്കിൽ പോലും ബാക്കിയുള്ള ക്യാബിൻ സ്പേസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്ര അഡ്വാൻറ്റേജ് ഇല്ലാന്ന് എനിക്ക് തോന്നി.
എനിക്ക് ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഇത്രയും നാളായിട്ട് 11 months ആയി, ആകെ 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പോൾ ഓട്ടം കുറവാണ്, മെയിനായിട്ട് ഇവിടുത്തെ ലോക്കൽ ഓട്ടം. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, എത്ര കിലോമീറ്റർ വണ്ടി ഓടി? 7000 കിലോമീറ്റർ ഓടിയല്ലേ? ആകെ കൂടുതൽ സിറ്റി ഡ്രൈവാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് എല്ലാം അടുത്താണ്, മെട്രോ, ട്രെയിൻ, റെയിൽവേ സ്റ്റേഷൻ, പിന്നെ എയർപോർട്ട് എല്ലാം അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് ഓട്ടം വളരെ കുറവാണ്. പിന്നെ ഞാൻ ഇന്റർ ഡിസ്ട്രിക്ട് ചെയ്ത ട്രാവലൊക്കെ വളരെ കുറവാണ്. അപ്പോൾ എനിക്ക് അറിയാം അത് കുറവായത് കൊണ്ടാണ് ഞാൻ മൈലേജ് വിട്ടു കൊടുത്തത്. അത് എനിക്ക് ഡെയിലി നല്ല ഓട്ടം ഉണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടി അഫോർഡ് ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഫ്യൂൽ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടും. അപ്പോൾ ഗ്രാൻഡ് വിറ്റാരയുടെ ഹൈബ്രിഡ് ആയതുകൊണ്ട് നല്ല മൈലേജ് ഉണ്ട്. അപ്പോൾ മൈലേജ് വിട്ടുകൊടുക്കാനുള്ള മെയിൻ കാരണം എൻ്റെ ഓട്ടം കുറവായതുകൊണ്ട്. EV എന്ന കൺസെപ്റ്റ് ഒന്നും വന്നില്ലല്ലോ. EV ഞാൻ ആലോചിച്ചു, പക്ഷേ EVയുടെ ടെക്നോളജി എനിക്ക് തോന്നുന്നു കുറച്ച് ഇനി ഒരു 5 years ഒക്കെ ആവുമായിരിക്കും നല്ലോണം എഫിഷ്യൻസി. പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. അതെ അതെ. ഇപ്പൊ EVയുടെ ഈവൻ ചാർജിങ് കോസ്റ്റ് ഒക്കെ ഇപ്പൊ ഞങ്ങളുടെ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ ഒരു EV വണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇലക്ട്രിസിറ്റി കോസ്റ്റ് തന്നെ നല്ലോണം വരുന്നുണ്ട് യൂണിറ്റ്സ് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ അറ്റ് ദി എൻഡ് ഇത് എടുക്കുന്നത് ഫ്യൂൽ കോസ്റ്റ് സേവ് ചെയ്യാനാണ്. കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രിക് അത്രയും വരുന്നില്ല എന്നാണ് പറയുന്നത്. പുള്ളി പറയുന്നത് വരുന്നുണ്ട്. പിന്നെ എനിക്ക് മെയിൻലി EVയുടെ ഡിസൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതുവരെ വന്ന EVയിലൊന്നും ഈ പറയുന്ന ലുക്ക് എനിക്ക് മാച്ച് ചെയ്യുന്ന ഒരു EV ഇതുവരെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈവൻ MGയുടെ മറ്റേ ഒരു പുതിയ EV വന്നല്ലോ, അതുപോലും ZS EV പക്ഷെ അതുപോലെ എനിക്ക് ആ ഒരു ലുക്ക് അവരെ ആ ഒരു പെട്രോൾ വണ്ടിയുടെ ഡീസൽ വണ്ടിയുടെ ലെവലിലോട്ട് എത്താത്ത പോലെ എനിക്ക് തോന്നി. കുറച്ച് കോമ്പാക്റ്റും വേറെ ഒരു ടൈപ്പ് ലുക്ക് പോലെ. ഇതിന് എത്രയായിരുന്നു കമ്പനി മൈലേജ് പറയുന്നത്? മൈലേജ് അവർ 13, 14, 15 ആണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് 10 ആ റേഞ്ചിൽ കിട്ടും. കൂടുതൽ സിറ്റി ഡ്രൈവിംഗ് ആണ്. ഞാൻ ലോങ് പോയി കഴിഞ്ഞാൽ 11-12 ഒക്കെ വരെ. ലോങ് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഞാൻ ഇത് വെച്ച് ഇപ്പോൾ നമ്മൾ മൂന്നാർ അങ്ങനത്തെ ട്രിപ്പൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുമരകം അങ്ങനെ. ഇതിന് കേരളമാണ്. അവിടെയൊക്കെ പോകുമ്പോൾ 10 താഴെയാണോ? 10 അല്ല 11, 12 കിട്ടും. ഹൈവേയിൽ കിട്ടും. പക്ഷെ ഇപ്പൊ ഹൈവേ എല്ലാം റോഡ് പണി ആയതുകൊണ്ട്. പിന്നെ കോയമ്പത്തൂർ പോകാറുണ്ട്. കോയമ്പത്തൂർ ഇടയ്ക്ക് ഞാൻ ഒരു ആവശ്യത്തിന് പോയിരുന്നു. ആ സമയത്തൊക്കെ 12 വരെ കിട്ടിയിട്ടുണ്ട്. ഹൈവേയിൽ കിട്ടും. ഇതിനകത്തിപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ആദ്യം പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു എസ്തെറ്റിക് ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അപ്ഡേറ്റഡ് വേർഷനിൽ കുറേ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടല്ലേ? ഹെഡ്ലൈറ്റിലായാലും ടെയിൽ ലാമ്പിലായാലും അല്ലേ ഈ ഒരു രീതിയിലുള്ള LED സ്ട്രിപ്പ് കാര്യങ്ങളെല്ലാം വന്ന് അതാണ് ഏറ്റവും. അതെ അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഈ ബാക്ക് ലൈറ്റ് LED സ്ട്രിപ്പ് അല്ലേ? ഇൻഡിക്കേറ്ററും ലീഡിംഗ് ഓൺ ഇൻഡിക്കേറ്റർ ആണ്, സീക്വൻഷ്യലാണ്. പിന്നെ ഈ ഡബിൾ എക്സോസ് പൈപ്പ് ഉണ്ട്. എനിക്ക് അതൊക്കെയാണ് ഈ ബാക്ക് സൈഡിൽ. അതിപ്പോ ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ ഈ ഡബിൾ എക്സോസ് പൈപ്പ് ഒക്കെ. അതെ, ഇത് മൊത്തം ആ മറ്റേ ഹയർ എൻഡിൽ മാത്രമാണ് ഈ ഡിസൈൻ ഉള്ളത്. ഈ സൈഡൊക്കെ ഇങ്ങനെയുള്ളത് ഹയർ എൻഡിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ഡിക്കി സ്പേസ് ഒക്കെ ആവശ്യത്തിനുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ച് ഡിക്കി സ്പേസ് കുറച്ച് ഇത്തിരി കൂടെ ക്യാബിൻ സ്പേസ് കൂട്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആവശ്യത്തിലധികമാണ്. അതെ, ആവശ്യത്തിലധികമാണ്. വേറെ എന്തെങ്കിലും ഒരു ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം ചോദിച്ചാൽ എന്തായിരിക്കും പറയണ്ടാവും? എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഫേവറേറ്റ് കാര്യം എന്ന് പറയുന്നത് ഗിയർ ബോക്സ് തന്നെയാണ്. ഞാൻ എന്താ വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര പെട്ടെന്ന് സ്പീഡ് ചെയ്യുന്നതോ അങ്ങനെ ഒരു ഡ്രൈവർ അല്ല. അല്ല, വളരെ സ്ലോ ആയിട്ടാണ് ഞാൻ ഓടിക്കുന്നത്. വളരെ കാമായിട്ടാണ് ഓടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു ഗിയർ ബോക്സിൽ ചില സമയത്ത് നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് കാല് കൊടുക്കുമ്പോൾ ആ ഒരു 1 or 1.5 seconds ഒരു ഡിലേ ഉണ്ട്. ആ ടർബോ ആണ്. അപ്പോൾ അത് മാത്രമാണ് എനിക്കൊരു ഡൗൺ ആയിട്ട് തോന്നിയത് ഗിയർ ബോക്സിൽ. പക്ഷെ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാത്ത. പിന്നെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ നമ്മളത് എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ അതെ യൂസ്ഡ് ആവും. അതുകൊണ്ട് അത് മാത്രമാണ് ഗിയർ ബോക്സിൽ ഡൗൺ സൈഡ് പറയാനുള്ളൂ. പക്ഷെ അതർവൈസ് ഗിയർ ഷിഫ്റ്റിംഗ് ഇതൊക്കെ ഭയങ്കര നല്ലതാണ്. പിന്നെ ഹിൽ കൺട്രോൾ ഉണ്ട്. കയറ്റവും ഇറക്കമൊക്കെ വരുമ്പോൾ തന്നെ അത് അഡ്ജസ്റ്റ് ചെയ്യും. ട്രാഫിക്കിൽ ഓടിക്കാൻ ഏറ്റവും ഭയങ്കര സുഖമാണ്. നമ്മൾ ആ സ്ട്രെയിൻ അറിയേയില്ല. നല്ല പവറാണ്. അതിൽ സ്പോർട്ട് മോഡും ഉണ്ട്. നമുക്ക് സ്പോർട്ട് മോഡ് ഇട്ട് ഓടിച്ചാൽ മൈലേജ് പക്ഷേ നല്ല സ്പീഡാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇപ്പോൾ നമ്മൾ മറ്റേ സിഗ്നലിൻ്റെ ഒക്കെ ഫ്രണ്ടിലാണ് നിൽക്കണമെങ്കിൽ ഫ്രണ്ടിൽ കുറേ ഫ്രീ റോഡൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ സ്പോർട്ട് ഓൺ ചെയ്തൊന്ന് ഓടിച്ചിട്ട് അപ്പോൾ തന്നെ നോർമലോട്ട് മാറാറുണ്ട്. ആ ഒരു അഡ്രിനാലിൻ റഷിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാം, അല്ലാണ്ട് റെഗുലർലി ഞാൻ യൂസ് ചെയ്യാറില്ല. ഫുൾ പാസഞ്ചർ ഒക്കെ ആയിട്ട് കയറ്റം കയറുമ്പോഴൊക്കെ ഉള്ള ഒരു പെർഫോമൻസ് എല്ലാം നല്ലതാണ്. ഞങ്ങൾ ലോങ് പോയപ്പോൾ ഫുൾ കപ്പാസിറ്റിയിൽ പോയിട്ടുണ്ട്. അതെല്ലാം നല്ലതാണ്. ബാക്കിൽ പിന്നെ എയർ മറ്റേ പ്യൂരിഫയർ ഉണ്ട്, AQI അതൊക്കെ ഇൻഡിക്കേറ്റർ ഒക്കെ ഉണ്ട്. ഫീച്ചർ വൈസ് ഭയങ്കര നല്ലത് തന്നെയാണ്. പിന്നെ വെന്റിലേറ്റഡ് സീറ്റ്സും നല്ലതാണ്. പിന്നെ AC ഒരു ചൂടത്ത് ACയുടെ ഒരു ഞാൻ അത് ഡ്രോബാക്കിലേക്ക് വരികയാണ്. പോസിറ്റീവ് വയ്ക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടോ എന്ന് ചോദിക്കണമല്ലോ. ഇത്ര നാൾ യൂസ് ചെയ്തതിൽ നിന്ന് എന്തെങ്കിലും AC എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ പവർ കൂടാന്ന് വെച്ചാൽ. ഇപ്പോൾ എൻ്റെ സെക്കൻഡ് കാർ എൻ്റെ ബ്രദറിൻ്റെ കാറാണ് i10. പക്ഷേ നമ്മൾ കയറിയ ഉടനെ നല്ല തണുപ്പാണ്. പഴയ വണ്ടി ഗ്രാൻഡ് ആയിട്ട് അത് പഴയ വണ്ടിയാണ്. പക്ഷെ എന്നാലും ഇപ്പോഴും അതിന് AC നല്ല സ്ട്രോങ് ആണ്. അതെ അതെ, ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ അത് മാത്രമല്ല നമ്മൾ നല്ല ഹീറ്റിലിപ്പോൾ ഈ സൺറൂഫൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് അത്ര
ചില്ല് തോന്നില്ല. തോന്നില്ല. അത് ബാക്കിലും നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. അത് മറ്റ് ക്രെറ്റയിലൊക്കെ ആണെങ്കിൽ എൻ്റെ ഫ്രണ്ടിനും ക്രെറ്റയുണ്ട്, അതിലൊക്കെ പെട്ടെന്ന് കൂളാവും. ആ ഒരു സ്പീഡ് ഇതിൽ കുറവാണ്. നമ്മൾ കുറച്ച് ഓടി കഴിയുമ്പോഴാണ് ആ AC ആ ഒരു ലെവലിലോട്ട് എത്തുള്ളൂ. അതർവൈസ് പിന്നെ ഓട്ടോ ഫീച്ചേഴ്സ് ഇപ്പോൾ TPMS ഉണ്ട്, ടയർ പ്രഷർ മോണിറ്ററൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആണ് നമുക്ക്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദ്ദേശം വെച്ച് എയർ അടിക്കണം, ഇതാവുമ്പോൾ കൃത്യം നമുക്ക് എത്ര ഇത് പ്രഷർ ഉണ്ടെന്നൊക്കെ അറിയാൻ പറ്റും. അതൊക്കെ നല്ല വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ ഡിസ്പ്ലേ ഒക്കെ നല്ലതാണ് എല്ലാം. അതെല്ലാം ഇപ്പോൾ എല്ലാ വണ്ടിയിലും ഉണ്ട്. അപ്പോൾ കംപ്ലൈൻസ് ആയിട്ട് വേറെ എന്തെങ്കിലും? കംപ്ലൈൻറ്റ്സ് ആയിട്ട് വേറെ പിന്നെ എനിക്ക് അല്ലെങ്കിൽ ഇതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിയ എനിക്കിപ്പോൾ ഈ ഡിക്കി ഇപ്പോൾ ഇവർ ഇത്രയും ഫീച്ചേഴ്സ് തന്നു, ഒരു ഫീച്ചറും കൂടെ തരാൻ പറ്റിയത് എനിക്ക് തോന്നുന്നത് ഡിക്കിയിൽ ഓട്ടോ ബട്ടൺ വെച്ചിട്ട് ഓപ്പൺ ആൻഡ് ക്ലോസും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു തോന്നുന്നു. നമ്മൾ ഉള്ളിൽ നിന്ന് ഓപ്പൺ ചെയ്യണം അല്ലേ? ഇത് ഉള്ളിൽ ഇവിടെ ബട്ടൺ ഉണ്ട്, അടിയിൽ ബട്ടൺ ഉണ്ട്. അത് ഓപ്പൺ ചെയ്യാൻ എളുപ്പമാണ്. സിസ്റ്റമൊക്കെ നല്ലതാണ്. പക്ഷേ ഇവർ ഇത്രയും ഫീച്ചേഴ്സ് അകത്ത് തരുമ്പോൾ ഇതും കൂടെ തരാമല്ലോ എന്നുള്ളൊരിത്. ബട്ട് പിന്നെ പ്രൈസ് കൂടും. പിന്നെ എൻ്റെ ഒരു UK-യിലുള്ളൊരു കസിൻ പറഞ്ഞത് അത് സംടൈംസ് അത് ഒരു ശാപമാണ്. എന്താ വെച്ചാൽ നമ്മളിവിടെ ഈ ബാഗ് പാക്ക് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ ഡോർ അടയുമ്പോൾ അത് മുട്ടിക്കഴിഞ്ഞാൽ ഇത് അടയില്ല. അപ്പോൾ അത് മാനുവലാണ് ആ സമയത്ത് നല്ലത്. അതെ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നോ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ വലിയ ബാഗായിരിക്കും. അപ്പോൾ നമ്മളതൊന്ന് പുഷ് ചെയ്ത് അടയ്ക്കുന്ന ഇത് അതിനകത്ത് ചെയ്യാൻ പറ്റും. അതാണൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നുന്നു. വേറെ ഒന്നും കാര്യമായിട്ട് എനിക്ക് അങ്ങനെ പറയാനില്ല. പൊതുവേ ഞാൻ പിന്നെ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഒരു ഭയങ്കര ഒരു വണ്ടിയിൽ അത്ര മൈന്യൂട്ടായിട്ട് നോക്കുന്ന ഒരാളല്ല. കംപ്ലൈൻറ്റ്സ് ആയിട്ടും ഒന്നും വന്നിട്ടില്ല? ഇല്ല, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ഒന്നും കാര്യമായിട്ട്. സർവീസ് കോസ്റ്റ് എങ്ങനെയുണ്ട്? സർവീസ് ഇപ്പോൾ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു, ഫ്രീ സർവീസ് ആയിരുന്നു. ഇനി ഞാൻ ആ മറ്റേ എക്സ്റ്റൻഡഡ് പാക്കേജ് എടുത്തിട്ടുണ്ട് സർവീസ് ചെയ്ത്. കുറേ ഓട്ടോ സിസ്റ്റംസ് ഉള്ളത് കൊണ്ട് ഗ്യാരണ്ടി ഇതൊക്കെ നമുക്ക് മാക്സിമം. എങ്ങനെയാണ് പാക്കേജ് വരുന്നത്? അത് അവര് അപ്പം തന്നെ കോസ്റ്റിൽ ആഡ് ചെയ്താ തന്നത്. എനിക്ക് 35-40 എന്തോ ആയി. അത് 6 ഇയേഴ്സിൻ്റെ എന്തോ ലേബറൊക്കെ ഫ്രീ ആയിട്ടുള്ളൊരു ഇത്. അപ്പോൾ അത് ഞാൻ മാക്സിമം എടുത്തു. എന്താ വെച്ചാൽ നമുക്ക് ഇവരെ അറിയാമല്ലോ, ഇവർ ലേബർ ഇതൊക്കെ പിന്നെ വെറുതെ ബില്ല് ചെയ്യും, നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. സോ അത് മാക്സിമം ആ സമയത്ത് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ലിമിറ്റിലാണ് വാറണ്ടിയും ലേബറിൻ്റെ ആ പ്ലാനും എടുത്തത്. അപ്പോൾ അതിപ്പോൾ ഡിസംബറിൽ ഫസ്റ്റ് സെക്കൻഡ് സർവീസ് വരുന്നുണ്ട്. കോസ്റ്റ് ഒന്നും ഇതുവരെ ആയിട്ടില്ല. അവര് പറയുന്നത് 2000-3000 ആ റേഞ്ചിലൊക്കെ വരും എന്നൊക്കെ പറഞ്ഞത്. എന്തെങ്കിലും ഓയിൽ ചേഞ്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ. പക്ഷേ അത് എക്സ്പീരിയൻസ് ചെയ്താൽ അറിയാൻ പറ്റും. അത്രയൊക്കെ പറയുന്നുള്ളൂ, ഞാൻ പറയാൻ പറ്റില്ല. ഇപ്പൊ ഡിസംബറിൽ അറിയാം. അടുത്ത സർവീസ് വരുമ്പോൾ അറിയാം. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ സ്പേസിന്റെ കാര്യത്തിൽ എങ്ങനെയുണ്ട്? സാറ്റിസ്ഫൈഡ് ആണോ? സ്പേസിന്റെ കാര്യത്തിൽ ഫ്രണ്ടും ബാക്കും രണ്ടും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ എനിക്ക് ബാക്കിൽ എനിക്ക് തോന്നുന്നത് ആ ഡിക്കി ഇച്ചിരി കുറച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പേസ് വരായിരുന്നു. എന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ ഇത് കുറച്ച് ബാക്കിലോട്ട് ഇട്ടാൽ ഈ വണ്ടിയുടെ ഒരു റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്രയും സ്പേസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. സീറ്റിന്റെ കാര്യം പറയുകയാണെങ്കിലും ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെന്നോ? അതെ 8 വേ ഓട്ടോമാറ്റിക് ആണ്, മറ്റേ ഇലക്ട്രിക്കലാണ്. നമുക്ക് ബട്ടൺ വെച്ച് തന്നെ ചെയ്യാം. ഇവിടെ വരുന്നത് മാനുവലി റിക്ലൈൻ ചെയ്യുന്നതും ഫ്രണ്ട് ബാക്ക് എല്ലാം റിക്ലൈൻ ചെയ്യണം. പിന്നെ വെന്റിലേറ്റർ സീറ്റ് ഉണ്ട്. സീറ്റിന്റെ കൂളിംഗും കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. കൂളിംഗ് നല്ലതാണ്, പക്ഷെ കൂടായിരുന്നു കുറച്ചും കൂടെ. അതെ AC എനിക്ക് തോന്നുന്നത് നമ്മൾ ചില സമയത്ത് ഇരുന്ന് ഓൺ ചെയ്ത്, ഇപ്പോൾ ഇതാണ് അതിന്റെ ബട്ടൺ, മാനുവലി ഓൺ ചെയ്യണം. അതൊന്ന് ഇത് മാനുവലി അല്ലാണ്ട് ഓട്ടോമാറ്റിക് ആയിരുന്നെങ്കിൽ, ഓഫ് ചെയ്യാൻ മാനുവൽ ആയിരുന്നെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്തേനെ. അപ്പോൾ ഇപ്പോൾ ഇത് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കിട്ടും. ബട്ട് ഓടുന്ന ചൂടുള്ള ഒരു സിറ്റുവേഷനിൽ ചില സമയത്ത് നമുക്കത് ഉടനെ വരണം, ഇച്ചിരി ടൈം എടുക്കും. പിന്നെ അതേപോലെ എനിക്ക് തോന്നിയത് ഒന്നും നമ്മൾ എണീറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ അതിന്റെ AC കൂടുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ 360 ഡിഗ്രി ക്യാമറയുണ്ട്. അത് നമ്മളിപ്പോ ഫുൾ വരുന്ന കാര്യങ്ങളാണല്ലോ. നമുക്ക് അഡാസിന്റെ കാര്യങ്ങൾ കുറച്ച് അറിയാനുണ്ട്. എങ്ങനെയുണ്ട് അഡാസ്? ഉപയോഗിക്കാറുണ്ടോ? അഡാസ് ഞാൻ ആക്ച്വലി ആദ്യമൊക്കെ ഞാൻ നല്ലൊരു സേഫ്റ്റി ഫീച്ചർ ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ റോഡ്സിന് ഫ്രണ്ടൽ കൊളീഷൻ നല്ലതാണ്. സൈഡും ഈ ബാക്കും എനിക്ക് തോന്നുന്നില്ല അത്ര യൂസ്ഫുൾ ആണെന്ന്. എന്താ വെച്ചാൽ നമ്മൾ ഇവിടുത്തെ റോഡ്സിൽ ഭയങ്കര ക്ലോസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളൊരു എക്സ്പീരിയൻസും നമ്മൾ ഈ മിറർ യൂസ് ചെയ്ത് കാൽക്കുലേഷൻ യൂസ് ചെയ്താണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമ്മൾ നേരെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ റിവേഴ്സിൽ പോകുമ്പോൾ ഈ അക്രോസ് വരുന്ന 2 വീലർ ബസ്സുകളൊക്കെ, അതായത് ദൂരെ നിന്ന് വരുന്നത്, അതിന്റെ വാർണിംഗ് ഇതിനകത്ത് കാണിക്കും. എന്നിട്ട് ഇത് ഓട്ടോ ബ്രേക്ക് ചെയ്യും. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ അഭിപ്രായത്തിൽ. നമ്മൾ ഗ്യാപ്പ് വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ചായിട്ട് എടുത്തെടുത്തല്ലേ നമ്മൾ ഗ്യാപ്പ് ഉണ്ടാക്കിയാണ് എടുക്കുന്നത്. പക്ഷെ അത് ഇത് അലൗ ചെയ്യില്ല, അത് ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് ചെയ്യും. അതും ബ്രേക്ക്, അഡാസിന്റെ ബ്രേക്കിംഗ് കുറച്ച് ഭയങ്കര റഫായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പെട്ടെന്നാണ്, അത് സഡൻ ബ്രേക്ക് പോലെയാണ്.
അത് ഇച്ചിരി കൂടെ സോഫ്റ്റ് ആക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്നു. ബട്ട് അതർവൈസ് സൈഡും അതേപോലെ നമ്മളിപ്പോൾ റോഡിലോട്ട് നമ്മൾ എക്സിറ്റ് ചെയ്യുവാണെങ്കിൽ ബാക്കിൽ നിന്ന് വണ്ടി ഉണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുമായിരുന്നു. പക്ഷെ അത് ഞാൻ ഓഫ് ചെയ്തിട്ടു. ബാക്കിലോട്ടുള്ളത് ഓഫ് ചെയ്യാൻ പറ്റും. ഇൻഡിവിജ്വലി ഓഫ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ഞാൻ ഓഫ് ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇനി മേ ബി നമ്മുടെ മിസ്റ്റേക്ക് കാരണം ഒരാൾ ബാക്കിലുണ്ടെങ്കിൽ അത് നടക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ പെഡസ്ട്രിയൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വെറുതെ നമ്മൾ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ ഓഫ് ചെയ്തില്ല. ബട്ട് സൈഡ് ഞാൻ എപ്പോഴും മിറർ നോക്കിയാണ് എടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു റിസ്ക് ഉള്ള പോലെ തോന്നിയിട്ടില്ല. ഞാൻ അങ്ങനെ കെയർ ഫ്രീ ആയിട്ട് എടുക്കാറില്ല. അതുകൊണ്ട് സൈഡ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. ഫ്രണ്ട് നമുക്ക് എപ്പോഴും വേണം. പാർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഒരു സിസ്റ്റം എങ്ങനെയുണ്ട്? പാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് 360 ഡിഗ്രി ക്യാമറയുണ്ട്. ക്യാമറ ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് റിവേഴ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്ത് ശീലിച്ചിട്ടുള്ളൂ. 360 ഡിഗ്രി ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ബട്ട് നമ്മളിപ്പോൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റും വണ്ടികളാണെങ്കിൽ ഈ 360 ഡിഗ്രി ക്യാമറ നമ്മുടെ ചുറ്റുള്ള വണ്ടികൾ എന്ത് ഡിസ്റ്റൻസിലാണെന്നുള്ളത് അറിയാൻ ഒരു ഇതാണ്. അപ്പോൾ നമ്മളിപ്പോൾ റൈറ്റിലോട്ടാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ 360 ഡിഗ്രി ക്യാമറയിൽ റൈറ്റിലുള്ള ഗ്യാപ്പ് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. നമ്മളത് ജഡ്ജ് ചെയ്യാൻ അത് രാത്രിയൊക്കെ ആണെങ്കിൽ ഹെൽപ്ഫുൾ ആണ്. നൈറ്റും അത് നല്ല ഇതിൽ കാണിക്കും. അപ്പോൾ അതിന് മാത്രമേ 360 ഡിഗ്രി എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൂ. റിവേഴ്സ് ക്യാമറ തന്നെയാണ് അത് ഇപ്പോൾ എല്ലാ വണ്ടിയിലുള്ളത് തന്നെയാണ്. എനിക്ക് ക്യാബിനിൽ ഒരു കാര്യം ഇപ്പോൾ ഡ്രൈവിൽ തന്നെ പറയുകയാണെങ്കിൽ ഇതിൽ മറ്റേ പാർക്ക് ബ്രേക്ക് ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ബ്രേക്കിൽ അറ്റ് ദി എൻഡ് ഒരു എക്സ്ട്രാ ഒരു 10% ബ്രേക്ക് ഉണ്ട്. അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ ആ 90% ചവിട്ടി അത് വണ്ടി നിൽക്കും. ആ എക്സ്ട്രാ 10% പുഷ് ചെയ്താൽ ഓട്ടോ ഹോൾഡ് ഓൺ ആവും. ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ ട്രാഫിക്കിൽ ഓടിക്കുമ്പോൾ ജംഗ്ഷനിലൊക്കെ നിൽക്കുവാണെങ്കിൽ നമ്മൾ ഈ ഓട്ടോ ഹോൾഡ് ഓൺ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാല് മാറ്റി വെക്കാം. ബ്രേക്ക് ചവിട്ടി പിടിക്കണം. അത് ഭയങ്കര എനിക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നി. ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ നല്ല ട്രാഫിക്കിലൊക്കെ ഓടിക്കുമ്പോൾ ഇപ്പൊ സ്ലോ മൂവിങ് ട്രാഫിക് ആണെങ്കിൽ ഇപ്പൊ നമുക്ക് കുറച്ച് സമയം ഉണ്ടെന്ന് അറിഞ്ഞാൽ ഓട്ടോ ഹോൾഡ് ഓൺ ആക്കി നമുക്ക് കാല് മാറ്റി വെക്കാം. പിന്നെ ആക്സലറേഷൻ കൊടുത്താൽ മാത്രം അത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പൊ അത് ഭയങ്കര എനിക്ക് ഒരു യൂസ്ഫുൾ ആയിട്ട് തോന്നി. പിന്നെ ബാക്കിയുള്ള പാർക്കിംഗ് ഒക്കെ ഓട്ടോമാറ്റിക് ആണ്. ലൈക്ക് നമ്മൾ പാർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഹാൻഡ് ബ്രേക്ക് ഓൺ ആവും. ഹാൻഡ് ബ്രേക്ക് മാനുവലി ഹാൻഡിൽ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇതാണ് മാനുവൽ ഹാൻഡ് ബ്രേക്ക്. ഞാൻ തൊടാറില്ല. അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പാർക്കിങ്ങിലായാലും ഇതെല്ലാം ഓണാവും. ഇപ്പൊ ഇതിവിടെ ഓൺ ആക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഓട്ടോ ഹോൾഡ് എന്ന് പറഞ്ഞ് വരും. ഈ ഒരു ബട്ടൺ വരും. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ ഞാൻ പാർക്കിംഗ് ഇടുമ്പോൾ പച്ച എന്ന് പറഞ്ഞാൽ ഈ ഇത് ഓണാണ്. ഞാൻ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മാത്രമേ അത് ഓഫ് ആവുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ഡ്രൈവിംഗിന്റെ ഇടയിൽ നമ്മൾ ആ ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് പച്ചയാവും. സോ അപ്പോൾ നമുക്കറിയാം അത് ഓണാണ്. സ്റ്റിയറിംഗിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ എങ്ങനെയുണ്ട്? സ്റ്റിയറിംഗ് നമുക്ക് മുകളിലോട്ട് താഴോട്ടൊക്കെ ആക്കാം. അതൊക്കെ ഉണ്ട്. എനിക്ക് സ്റ്റിയറിംഗ് വൈസ് നല്ല എക്സ്പീരിയൻസ് തന്നെ. എനിക്ക് ആകെ ഹോണിന്റെ മാത്രം നമ്മൾ ഹോൺ അടിക്കുമ്പോൾ ഇവിടെ എഡ്ജിൽ ഈ കൊള്ളുന്ന ശബ്ദം കേൾക്കും. ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ തട്ടുന്ന ഒരു ശബ്ദം. അത് എനിക്ക് തോന്നി അത് ശരിയാക്കായിരുന്നു. എന്താ വെച്ചാൽ ബാക്കി ഒരു വണ്ടിയിൽ ഇപ്പൊ അങ്ങനത്തെ സൗണ്ട് ഒന്നും ഇല്ല. അതൊക്കെ പഴയ വണ്ടിയുടെ കാര്യങ്ങളല്ലേ. അപ്പൊ അത് സോഫ്റ്റ് ആക്കായിരുന്നു. ഈ നമ്മളിപ്പോ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ക്യാബിൻ സൈലന്റ് ആണെങ്കിൽ ഈ സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാൻ പറ്റും. ഹോൺ പുറത്തല്ലേ, നമ്മൾ കേൾക്കില്ല. പക്ഷെ ഈ സൗണ്ട് ശരിക്കും കേൾക്കും. അപ്പൊ അത് മാത്രമേ എനിക്ക് സ്റ്റിയറിംഗിലൊരു നെഗറ്റീവായിട്ട് പറയാനുള്ളൂ. പിന്നെ ക്രൂസ് കൺട്രോൾ ഒക്കെ നല്ലതാണ്. ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട്. നമ്മൾ മുന്നിലുള്ള വണ്ടി സ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്പീഡ് കൂടി കഴിഞ്ഞാൽ ഇത് സ്പീഡ് ആവും. അതെല്ലാം ഉണ്ട്. പിന്നെ സ്പീഡ് അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളൊക്കെ അതൊക്കെ സ്റ്റാൻഡേർഡ് ആണ്. ബട്ട് ഡിസ്പ്ലേ വൈസ് പിന്നെ എനിക്ക് ഈ ഒരു ബ്രേക്ക് എനിക്ക് വേണ്ടായിരുന്നു തോന്നി. ഇത് ഒറ്റ കൺസോൾ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇതുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് മോഡ്സ് ഒക്കെ ഉണ്ട്. ഇത് നൈറ്റ് ആവുമ്പോൾ ഇത് ഇരുട്ടാവും, അങ്ങനെ പകലാവുമ്പോൾ ഇത് വെളിച്ചാവും. അതൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് ഒറ്റ കൺസോൾ എനിക്ക് ഒറ്റ കൺസോളായിട്ട് നമുക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനും കുറച്ചും കൂടെ മാനുവൽ ഒരു സൈഡൊക്കെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. പിന്നെ നമ്മൾ ഓൾറെഡി കുറെ ഫീച്ചേഴ്സ് തരുന്നതുകൊണ്ട് ചോദിക്കാനൊരു പരിധിയുണ്ട്. പിന്നെ ഇതിനകത്ത് നോർമൽ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ആപ്പിൾ കാർപ്ലേ ആണ് യൂസ് ചെയ്യുന്നത്. അതൊക്കെ നല്ല സ്മൂത്ത് ആണ്. മാപ്പും കാര്യങ്ങളും എല്ലാം നല്ല. പിന്നെ ഇതിനകത്ത് ഇൻബിൽറ്റ് മാപ്പ് ഉണ്ട്. ഈ മാപ്പ് ഒരു ഷെയ്ഡ് ആയിട്ടുണ്ടാവും. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന റൂട്ട്സ് എല്ലാം ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. GPS കണക്റ്റഡ് ആണെന്ന് തോന്നുന്നു. അത് വെച്ചിട്ട് അപ്ഡേറ്റ് ആവും. പിന്നെ ഈ കൺസോളിൽ നമുക്ക് AC രണ്ട് സൈഡും ഇൻഡിവിജ്വൽ ഉണ്ട്. അത് സിങ്ക് ചെയ്യണമെങ്കിൽ സിങ്ക് ചെയ്യാം. സിങ്ക് ചെയ്തില്ലെങ്കിൽ അപ്പുറത്ത് വേറെ വേറെ ടെമ്പറേച്ചർ വെക്കാം. ഇത് രണ്ടെണ്ണം ഉണ്ട് ഇപ്പുറത്ത്. പിന്നെ വയർലെസ് ചാർജർ ഉണ്ട്. പിന്നെ മറ്റേ ബാക്കിയുള്ള നോർമൽ എനിക്ക് ഈ സ്പേസ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നി. നോർമലി ഡാഷിലുള്ള സ്പേസസ് നമുക്ക് അത്ര നല്ലതല്ല. പക്ഷെ ഇത് നല്ല സ്പേസ് ഉണ്ട്. കുറെ സാധനങ്ങൾ ഇടാം. പിന്നെ ഗിയർ യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ ഇങ്ങോട്ട് കയറി നിൽക്കുന്ന ഒരു ഐറ്റം ആണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. എല്ലാം വെക്കാം.
പിന്നെ ഈ ഒരു കൺസോൾ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് സ്ക്രാച്ച് വീഴുന്ന ടൈപ്പാണ്. പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഇത് പെട്ടെന്ന് പോകും. ഈ ഒരു മെറ്റീരിയൽ ആയിരുന്നെങ്കിൽ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. ഓക്കെ. ഇത് പെട്ടെന്ന് ആ ഒരു സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വീഴാൻ പറ്റും. സെൻട്രൽ കൺസോളിൽ പല ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല റഫ് ആയിട്ടുള്ള അതെ ഒരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ മറ്റേ ഡിസ്കോ ലൈറ്റ്സ് പോലത്തെ ലൈറ്റ് ഉണ്ട്, മ്യൂസിക്കിനനുസരിച്ച് പോകുന്ന കാലിന്റെ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഈ മാറ്റ് ഞാൻ എക്സ്ട്രാ വെച്ചതാണ്, 5D or 7D മാറ്റ്. മാറ്റ് വണ്ടിയുടെ ഒപ്പം ഇപ്പോൾ ഒരു വണ്ടിയിലും കൊടുക്കുന്നില്ല, സെപ്പറേറ്റ് ആക്സസറി ആണ്. സ്റ്റോറേജ് ബാക്കി ഗ്ലോ ബോക്സ് അങ്ങനെയുള്ള ബോട്ടിൽ ഹോൾഡർ അതെല്ലാം ഉണ്ട്. പിന്നെ ബോസിന്റെ സ്പീക്കേഴ്സ്, അത് ഞാൻ ഒരു മെയിൻ കാര്യമായിരുന്നു. അത് പിന്നെ എല്ലാ വേരിയന്റിലും അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു. പിന്നെ ഈ ഫിനിഷ് ഒക്കെ ഇതിന് മാത്രമേ ഉള്ളൂ, ഇങ്ങനത്തെ ഇതൊക്കെ സ്പോർട്ട് മോഡൽ മാത്രമേ ഉള്ളതാന്ന് തോന്നുന്നു. പിന്നെ ഇതിന്റെ കളറ് ഇതെല്ലാം വ്യത്യാസമുണ്ട് മറ്റു വേരിയന്റ്സിൽ. പിന്നെ ഈ മറ്റേ സ്റ്റോറേജും, പിന്നെ ഇത് എനിക്കൊരു മെയിൻ ഫാക്ടർ ആയിരുന്നു. ഇതിങ്ങനെ നമുക്ക് അടച്ചു വെക്കാം. ഇത് കപ്പ് ഹോൾഡർ ആണ്, ഉള്ളിൽ 2 കപ്പ് ഹോൾഡർ ഉണ്ട്. അതിന്റെ നടുക്കുള്ള ഇത് നമുക്ക് എടുത്ത് മാറ്റാം. ഇത് നല്ല ഒരു തുറന്നടയ്ക്കാൻ പറ്റിയ, പിന്നെ ഇതും നല്ല സ്പേസ് ആണ്. എനിക്ക് ഫോണും കീ ഒക്കെ ഇടാൻ പറ്റാം. പിന്നെ ഇവിടെ ആക്ച്വലി നമ്മളൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിൽ കീ ആക്ച്വലി ഇവിടെ പ്ലേസ് ചെയ്യാം. ഈ പാർക്കിംഗ് ബട്ടൺ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ. അപ്പോൾ സ്റ്റോറേജ് വൈസ് എനിക്ക് കുറേ സ്പേസ് ഉള്ള പോലെ തോന്നി. ഹെഡ് റൂം കുറച്ച് കുറവാണെന്നുള്ള തോന്നുന്നു. ഈ ഡ്രൈവിംഗ് ആൻഡ് പാസഞ്ചർ നല്ല ഹൈറ്റ് ഉള്ള ആളാണെങ്കിൽ ഹെഡ് റൂം കുറച്ച് കുറവാണ്. അത് എനിക്ക് തോന്നുന്നത് ആ ഒരു സ്പോർട്ടി ഡിസൈൻ ആയതുകൊണ്ട് ഫ്രണ്ട് ഇങ്ങനെ കുറച്ച് ക്ലോസ്ഡ് ആയി ഒരു ഡിസൈൻ ആയതുകൊണ്ടാവും. അല്ലെങ്കിൽ പെട്ടി പോലെ ആവും ഹൈറ്റ് കൂട്ടും തോറും. ബാക്കിലേക്ക് കുഴപ്പമില്ല. ബാക്കിൽ ഹൈറ്റ് ഉള്ള ആളാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇത് നമുക്ക് സീറ്റ് കുറച്ച് ബാക്കിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്യാവുന്നുള്ളൂ. പിന്നെ ഈ അതേപോലെ ഈ സൺറൂഫ് ആണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ അടുത്തായിട്ട് ഇത് തോന്നും. ഈ ഒരു ഹൈറ്റ് കുറവായതുകൊണ്ട് അതായത് ഭയങ്കര ക്ലോസ് ആണ്. പിന്നെ ഇതൊക്കെ ഓട്ടോ ഡിമ്മിങ്, മറ്റേ റിയർ വ്യൂ മിററാണ്, സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ്. മ്യൂസിക്, എനിക്ക് മ്യൂസിക് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനിക്ക് വണ്ടി ഓടിക്കുമ്പോൾ പാട്ടില്ലാണ്ട് ഓടിക്കാൻ പറ്റില്ല. അപ്പൊ അത് റേഡിയോ പറ്റില്ല, എൻ്റെ തന്നെ പ്ലേലിസ്റ്റ് വേണം. അപ്പൊ അതില് ബാസും കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും. എനിക്ക് നല്ല ബീറ്റുള്ള പാട്ടാണെങ്കിൽ നല്ല ബാസ് വേണം, മെലഡി ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ കുറെ കണ്ടീഷൻസ് ഉണ്ട് എനിക്ക്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമല്ല. അപ്പൊ ഈ ഒരു കണ്ടീഷൻസ് എനിക്ക് നല്ല ബെസ്റ്റ് ആണെങ്കിലാണ് ഞാൻ ഓടിക്കുള്ളൂ. അതെ, ഇല്ലെങ്കിൽ എപ്പോഴും വീട്ടുകാർ കംപ്ലൈന്റ്, വണ്ടി എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കണക്ട് ചെയ്ത് ബാസ് എല്ലാം മാക്സിമം ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ബോസിന്റെ സ്പീക്കർ ആയതുകൊണ്ട് നല്ല മ്യൂസിക് എഫക്റ്റ് നല്ലതാണ്. ആ ഒരു ക്യാബിന്റെ അകത്തുള്ള ഒരു എക്സ്പീരിയൻസ് നല്ലത് തന്നെയാണ്. യാത്ര ചെയ്തവരുടെ എക്സ്പീരിയൻസ് അവരെല്ലാരും നല്ലത് തന്നെയാ പറഞ്ഞത്. ആരും അങ്ങനെ ഒരു നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ. AC മാത്രം ഞാൻ പറഞ്ഞ പോലെ ഫ്രണ്ടിലും കുറവാണ്, ബാക്കിലെ വെന്റിലും അത്ര. ബാക്കിലേക്ക് AC വെന്റ് വരുന്നുണ്ടല്ലേ? ഉണ്ട്. അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഫാൻ കൺട്രോൾ ചെയ്യാം. ഇവിടെ ഒരു അതെ, അതില് മറ്റേ എയർ ക്വാളിറ്റി ഇൻഡെക്സും കാണിക്കും, ഫാനിന്റെ മോഡും കാണിക്കും. നമുക്ക് രണ്ടും മാറ്റാം. അതെ. സീറ്റ് വൈസ് ഒക്കെ എല്ലാം ഹാപ്പിയാണ്. പിന്നെ എന്റെ മോളുടെ മറ്റേ ബേബി സീറ്റാണ് ഞാൻ ബാക്കിൽ വെക്കാറ്. അതിനും നല്ല സ്പേസ് ഉണ്ട്. അവൾക്കും ഈ സൺറൂഫും എല്ലാ സൈഡും ഓപ്പൺ ആയതുകൊണ്ട് അവളും നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ലോങ് ഡ്രൈവിന് പോകുമ്പോൾ ഒരു 2-3 hours ഒക്കെ അവൾ അതിനകത്ത് ഇരുന്നോളും. അപ്പൊ മുകളിലൊന്നും കാണാൻ പറ്റുന്നതുകൊണ്ട് അവള് ഇവരെല്ലാം നോക്കി മുകളില്. ഇപ്പൊ മെട്രോയിലൊക്കെ പോകുമ്പോൾ മെട്രോയുടെ ഇത് മുകളിൽ കൂടെ കാണുമ്പോൾ അത് നോക്കും. പിന്നെ ലുലു ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത്രേ ഉള്ളൂ. പിന്നെ വണ്ടി നമുക്ക് പയ്യെ പുറത്തേക്ക് ഇറങ്ങാം, കാരണം കൊതുക് വണ്ടിക്ക് അകത്തേക്ക് കയറുന്നുണ്ട്. പിന്നെ അതിനെ ഇറക്കി വിടൽ ഒരു നല്ല പണിയായിരിക്കും. എങ്ങനെയുണ്ട് ഒരു റൈഡിങ് കംഫർട്ടബിലിറ്റി? നേരത്തെ പറഞ്ഞു ഓക്കെ ആണെന്ന്, എന്നാലും സസ്പെൻഷന്റെ കാര്യം എങ്ങനെയുണ്ട്? സസ്പെൻഷൻ ഇപ്പൊ നമുക്ക് ഇവിടെ എല്ലാം കുഴിയുള്ള റോഡ് തന്നെയാണ്. നമുക്ക് ഹൈവേ ആണെങ്കിൽ പോലും കുഴിയുള്ള റോഡ് തന്നെയാണ്. പക്ഷെ ഞാൻ പഴയ വണ്ടി ബ്രസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുഴിയുള്ള റോഡിൽ കൂടി പോകുമ്പോൾ എങ്ങനെയുണ്ട് ഒരു ഫീൽ? എനിക്ക് നല്ലത് തന്നെയാണ്. എനിക്ക് അങ്ങനെ ഭയങ്കര ഒരു ജോക്ക് ഉള്ള പോലെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് നല്ല സസ്പെൻഷൻ ഉള്ള പോലെ തന്നെയാണ് തോന്നിയത്. പക്ഷെ ഞാൻ പൊതുവേ അങ്ങനെ സ്പീഡിലൊന്നും പോകാറില്ല. ഞാൻ മാക്സിമം കുഴിയേണ്ട സ്ലോ ആയിട്ട് എടുക്കാറുള്ളൂ. ആ ഒരു എക്സ്പീരിയൻസിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട്. നമ്മുടെ കുഴികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന്റെ കുഴിയുടെ ഡെപ്ത് കാരണം അടിയിടിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ചില ഹമ്പുകൾ ഭയങ്കര ഹൈറ്റ്. പക്ഷെ ഇതുവരെ ഞാൻ എടുത്തതിൽ, ഞാൻ ഏറ്റവും സ്റ്റീപ്പായിട്ടുള്ള സ്ഥലങ്ങൾ എടുത്തതിൽ ഇതുവരെ വണ്ടിയുടെ ഫ്രണ്ട് ഇടിച്ചിട്ടില്ല. ഏറ്റവും ലോവസ്റ്റ് ഫ്രണ്ടാണ്, ബാക്ക് കുറച്ചുകൂടെ പൊങ്ങിയിട്ടാണ്. ഇത് എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. ബോഡി റോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇത്ര വലിപ്പം ഹൈറ്റുള്ള വണ്ടി അല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, അപ്പോൾ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരാം. സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്തായാലും ശ്രദ്ധിക്കാതിരിക്കൂലല്ലോ കിയ. എത്ര എയർ ബാഗ് വരുന്നുണ്ട്? എയർ ബാഗ് 6 എയർ ബാഗ് വരുന്നുണ്ട്. ഡിസ്ക് ബ്രേക്ക് അങ്ങനെയുള്ള, പിന്നെ അഡാസ് ഉണ്ടല്ലോ. അഡാസ് പൂർണ്ണമായിട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ? അഡാസ് നമ്മുടെ റോഡ്സിൽ ഓടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഫ്രണ്ട് നമുക്ക് നല്ലതാണ്, നമുക്കത് ഡിസ്റ്റൻസ് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും കുറവ്, ഞാനിപ്പോൾ ഏറ്റവും കുറവിലാണ് വെച്ചിരിക്കുന്നത് വെച്ചാൽ നമ്മൾ ബമ്പർ ടു ബമ്പർ ഓടിക്കുന്നതുകൊണ്ട് ഇത്രയും ദൂരം വെച്ച് നമുക്കത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. എഡാസിൻ്റെ ബ്രേക്കിംഗ് ഇച്ചിരി റഫാണ്, അത് ഭയങ്കര അബ്രപ്റ്റാണ്. അത് ഇച്ചിരി കൂടെ നേരത്തെ ബ്രേക്ക് ചെയ്ത് തുടങ്ങി സ്റ്റോപ്പ് ചെയ്യുന്നൊരു ഇതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കാം. എനിക്കറിയില്ല, അതിൻ്റെ ടെക്നോളജി കാര്യങ്ങൾ അറിയില്ല.
പിന്നെ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് റിവേഴ്സും സൈഡുമാണ്. നമ്മൾ ലെയിനിൽ നിന്ന് എക്സിറ്റ് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെങ്കിൽ ഇത് ചവിട്ടും. അത് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് 2 വീലർ ഇതൊക്കെ എപ്പോഴും പോയിക്കൊണ്ടിരിക്കും, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല. നമ്മൾ അതങ്ങനെ ഒരു കാൽക്കുലേഷനിൽ എടുക്കുകയാണല്ലോ. ഇത് സമ്മതിക്കില്ല. അത് 100% വിശ്വസിക്കാൻ പറ്റുമെന്നല്ല, ഡ്രൈവറിനെ ഒന്ന് അസിസ്റ്റ് ചെയ്യാന്നുള്ളതിനൊക്കെ അത്രേ ഉള്ളൂ. അബദ്ധം പറ്റിപ്പോലും ഡ്രൈവർ ചെയ്യുന്ന ഒരു അപകടം സംഭവിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ അത് നല്ലതാണ്. ഞാൻ ആദ്യമായിട്ടാണ് എഡസ് ഉള്ളൊരു വണ്ടി യൂസ് ചെയ്യുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നത് ഒരു സേഫ്റ്റി ഫീച്ചർ എന്നുള്ള രീതിയിൽ എല്ലാ വണ്ടിയിലും ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് റോഡ് സേഫ്റ്റി നല്ലോണം ഇമ്പ്രൂവ് ചെയ്യും. അതൊരു ഫ്രണ്ടൽ കൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ തന്നെ നമുക്ക് പകുതിയല്ല അതിൽ കൂടുതൽ ആക്സിഡൻസ് അവോയ്ഡ് ചെയ്യാം. എയർ ബാഗ് തന്നെ പല വണ്ടികളിലും 2 എണ്ണം വരുന്നത് ഇപ്പോഴാണ്, ഈ റീസെന്റ് വന്നു തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ വണ്ടിയുടെ കോസ്റ്റ് കൂടും. അപ്പോൾ ലൈറ്റിന്റെ വിസിബിലിറ്റി എങ്ങനെയുണ്ട് ചോദിക്കേണ്ട കാര്യമില്ല. ലൈറ്റ് നല്ല ലൈറ്റാണ്. ഇതിൽ ഓട്ടോമാറ്റിക് ലൈറ്റും ഉണ്ട്. നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള റോഡിലൊക്കെ പോവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രൈറ്റും ഇതുമാവും. അതൊക്കെ എനിക്ക് നല്ലതായിട്ട് തോന്നുന്നു. ലൈറ്റ് ഓട്ടോമാറ്റിക് മറ്റേ എതിരെ വരുന്ന വണ്ടി വരുമ്പോൾ ഇത് ഡിമ്മാക്കി കൊടുക്കുന്നു, അങ്ങനെയുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളും നമ്മൾ മാനുവലി ചെയ്യണ്ട. അപ്പോൾ 10 ൽ എത്ര മാർക്ക് കൊടുക്കും വണ്ടിക്ക് ടോട്ടലി? എന്തായാലും ഒരു 9 മാർക്ക് കൊടുക്കണം. 9 മാർക്ക് കൊടുക്കണം. 10 മാർക്ക് എന്ന് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ചെറിയ അത് പക്ഷേ താഴെ എഴുതണം. അതായത് ഒരു ഡ്രൈവിംഗ് ഇഷ്ടമില്ലാത്ത ഒരാളും കൂടെയാണ്, അധികം വണ്ടി ഓടിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളുടെ റേറ്റിംഗിൽ 9ആണ്. സ്ഥിരമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോൾ 9 തോന്നിയെന്ന് വരില്ല. ഇടുന്നോ എന്താ വെച്ചാൽ ഇതിൽ കൂടുതൽ ഞാൻ ഇന്റീരിയർ കംഫർട്ടാണ് ഞാൻ കൂടുതൽ. ഞാൻ എപ്പോഴും ഡ്രൈവേഴ്സ് കാർ എന്ന് പറയാൻ പറ്റില്ല എന്നല്ല, ഡ്രൈവേഴ്സ് കാറിന് പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യാത്ര ചെയ്യാനാണ് കൂടുതലും. അതെ, ഫാമിലി കാറാണ്. ഫീച്ചേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യാനും അങ്ങനെയുള്ള ഫാമിലി കാറിൽ അവർ കുറച്ച് ഡ്രൈവേഴ്സിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ആഡ് ചെയ്തു എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ. അപ്പോൾ ഭാവിയിൽ ഏതെങ്കിലും ഒരു ഡ്രീം വെഹിക്കിൾ ഉണ്ടോ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ? ഞാൻ അങ്ങനെ ഡ്രീം ചെയ്യാറില്ല. എന്താ വെച്ചാൽ ഒന്ന് എല്ലാ 3 മാസവും പുതിയ വണ്ടികളും പുതിയ വേരിയൻസും ഇറങ്ങിക്കൊണ്ടേയിരിക്കും. ഇത് ഞാനിപ്പോ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ 5 വർഷം കഴിയുമ്പോൾ വണ്ടി അതെ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് അങ്ങനെ തോന്നിയില്ല. എന്താ വെച്ചാൽ ഇതുവരെ അത് കഴിഞ്ഞ് വന്ന വണ്ടികൾ ക്രെറ്റ മാത്രമേ ഉള്ളൂ എനിക്ക് ലുക്ക് വൈസ് ഇതിലോട്ട് അടുത്ത് തോന്നിയത്. ബട്ട് ക്രെറ്റ ആ സമയത്ത് ഉണ്ടായില്ല. സോ ഐ ഡിഡ്ന്റ് ഹാവ് ദാറ്റ് ഓപ്ഷൻ. അതുകൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടു. ബട്ട് എന്തായാലും അടുത്ത അപ്ഗ്രേഡ് എന്തായാലും കുറച്ചും കൂടെ ഒരു പ്രീമിയം ഇതിലോട്ട് പോകണം എന്ന് തന്നെയാണ്. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും ഓരോ വണ്ടി ഞാൻ 5 ഇയേഴ്സ് 6 ഇയേഴ്സ് കൂട്ടി മാറ്റുന്നത് കൊണ്ട് ഒരു അടുത്ത സെഗ്മെന്റിലോട്ട് കയറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഏത് വണ്ടിയായിരുന്നു സ്റ്റാർട്ടിങ്? ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഒരു അംബാസഡർ ആയിരുന്നു. പിന്നെ ഒരു ഒമിനി ഉണ്ടായിരുന്നു. ഒമിനിയിലാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. ഒമിനിയിൽ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ക്ലച്ചായിരുന്നു അന്ന്. അപ്പോൾ അതിലാണ് ഡ്രൈവിംഗ് പഠിച്ചത്. പിന്നെ ഒരു സാൻഡ്രോ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ പറഞ്ഞ വണ്ടികളെല്ലാം സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. ഫസ്റ്റായിട്ട് സ്വന്തമായിട്ടൊരു പുതിയ വണ്ടി മേടിച്ചത് ബ്രസ തന്നെയാണ്. ബ്രസ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ഫസ്റ്റ് 2016 ഇറങ്ങിയ സമയത്തുള്ള ഫസ്റ്റ് മോഡലായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പ് എൻഡ് തന്നെ ZDI+ ആയിരുന്നു. പക്ഷേ വണ്ടി നല്ലതായിട്ട് നമ്മളധികം ഒരു 1 lakh കിലോമീറ്റേഴ്സിൻ്റെ അടുത്തേ ഓടിയിട്ടുള്ളൂ. ഇത്രയും ഒരു 6 ഇയേഴ്സ് ആയിരുന്നു. ബട്ട് നല്ല മൈലേജും ഉണ്ടായിരുന്നു. എല്ലാവരും ഹാപ്പി ആയിരുന്നു. ആർക്കും ഒരു കംപ്ലൈൻറ്റും ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു. ഇതുവരെ നമ്മളെ വഴിയിൽ നിർത്തിയിട്ടില്ല വണ്ടി. സോ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അതൊരു ടെക്നോളജിക്കലി പുറകോട്ടായിപ്പോയി. 7 ഇയേഴ്സ് ആയല്ലോ. അപ്പോൾ ഇപ്പോൾ വരുന്ന വണ്ടികളെല്ലാം ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളാണ്. സോ അതുകൊണ്ട് പിന്നെ ഓക്കെ മാറ്റാന്ന് വെച്ചു. അപ്പോൾ ക്ലാസിക് അംബാസഡറിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ കിയ സെൽറ്റോസ് വരെ എത്തി നിൽക്കുകയാണ്. ഭാവിയിൽ ഇതിൽ നല്ല വണ്ടികൾ എടുക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്. നമ്മൾ കൊച്ചുകുഴപ്പങ്കാലത്ത് വിളിച്ചെണീപ്പിച്ച് നിർത്തിയതാണ്. സൺഡേ ആയിട്ടൊന്ന് ഉറങ്ങേണ്ട ഒരു ദിവസമായിരുന്നു അല്ലേ? കുഴപ്പമില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വണ്ടിനെ പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടുക. നമ്മൾ ആളോട് ചോദിച്ചിട്ട് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പുള്ളിയുടെ മാത്രം എക്സ്പീരിയൻസ് ആണ്. പലർക്കും പല എക്സ്പീരിയൻസ് ആയിരിക്കും അല്ലേ? നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ആണെങ്കിൽ കമൻ്റ് ഇടുക. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടിയുടെ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഏത് വണ്ടി ആയിക്കോട്ടെ നിങ്ങൾക്ക് വിളിക്കാൻ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ വന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ചാനലിൽ കൂടി ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് ബ്രോ. താങ്ക് യു. കാണാം. അപ്പോൾ പുതിയൊരു വാഹന സംബന്ധമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.